മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങാൻ 30 ദിവസത്തേക്ക് അമേരിക്ക ഇളവ് നൽകി എന്ന പച്ചക്കള്ളം പ്രചരിപ്പിച്ച് ഒരു ഉളുപ്പുമില്ലാതെ ഷാഫി പറമ്പിൽ മുതലുള്ള സകല കോൺഗ്രസ് നേതാക്കന്മാരും രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് കേട്ടോലെ കേട്ടിലോലെ സകല ജിഹാദികളും ഷാഫിക്ക് പിന്തുണയുമായിട്ട് രംഗത്ത് എത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, സകല രാജ്യവിരുദ്ധരും ഇപ്പോ ഒറ്റക്കെട്ടായിട്ട് ഒരു ഉളുപ്പമില്ലാതെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ പച്ചക്കള്ളം പൊക്കിപ്പിടിച്ചാണ് സകലരും ഇപ്പോ രംഗത്ത് എത്തിയിട്ടുള്ളത്. അല്ലടോ, ഒരു ഉളുപ്പില്ലേ? സകല ജിഹാദികളോടുക, സകല മോദി വിരുദ്ധരോടുക, സകല രാജ്യവിരുദ്ധരോടുക, ഒരു ഉളുപ്പ് നിങ്ങൾക്കില്ലേ? നിങ്ങൾ ആര് പറഞ്ഞത് കേട്ടാ ഈ പൊക്കിപ്പിടിക്കുന്നത്? ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് കേട്ടോ. ഈ ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ എന്തു പറഞ്ഞാലും ഈ പറയുന്ന ഒരൊറ്റ ജിഹാദി അംഗീകരിക്കൂലോ. ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപ് ഗാസക്കെതിരെ എന്തു പറഞ്ഞാലും ഒരൊറ്റ ജിഹാദിയും അംഗീകരിക്കൂലോ. ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപ് പലസ്തീനെതിരെ രംഗത്തെത്തിയാൽ ഒരുത്തരും ഈ പറയുന്ന ഒരൊറ്റ ജിഹാദിയും അംഗീകരിക്കൂലോ. അതേസമയം സ്വന്തം മണ്ണിനെതിരെ, സ്വന്തം രാജ്യത്തിനെതിരെ ഡൊണാൾഡ് ട്രംപ് എന്തു പറഞ്ഞാലും അതും പൊക്കിപ്പിടിച്ച് വരാൻ ഉളുപ്പില്ലേ ഈ നെറികെട്ട ആളുകൾക്ക്? പിന്നെ ഷാഫിയൊക്കെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഞാനതൊരു 4-5 വരി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. മറ്റൊന്നിനുമല്ല, കോൺഗ്രസ് എത്രത്തോളം നെറികേട് ഇപ്പൊ ഷാഫിയൊക്കെ പറയുന്നത് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട് എന്നല്ലേ. എന്നാൽ കോൺഗ്രസ് നേതാക്കന്മാർ എത്രത്തോളം സത്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ തെളിവുകൾ മുന്നോട്ട് നിരത്താം. ഏതായാലും ഷാഫി എന്താ പോസ്റ്റ് ചെയ്തത് എന്നൊരു 4-5 വരിയാണെന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇന്ത്യ എവിടെന്ന് എത്ര ദിവസത്തേക്ക് എണ്ണ വാങ്ങണം എന്ന് തീരുമാനിക്കേണ്ടത് വാഷിംഗ്ടൺ DC അല്ല, ന്യൂഡൽഹിയാണ്. അതിന് രാജ്യത്തിന്റെ തലപ്പത്തിരിക്കുന്നയാൾക്ക് തെരഞ്ഞെടുപ്പ് റാലി പ്രസംഗത്തിലെ 56 ഇഞ്ച് പോരാതെ വരും. വിവേകവും സ്ഥൈര്യവും രാജ്യത്തിന്റെ പരമാധികാരത്തിൽ ആത്മാഭിമാനവുമുള്ള നെഹ്റു തൊട്ട് മൻമോഹൻ സിംഗ് വരെയുള്ള ഒരു പ്രധാനമന്ത്രിയും ഇത് അനുവദിക്കുമായിരുന്നില്ല. ഒരു പക്ഷേ ഇനി വരാനിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും ഇത് അനുവദിക്കുകയും ഇല്ല. ഷാഫിയുടെ പോസ്റ്റാ. തുടർന്ന് വായിച്ചാലും വളരെ വ്യക്തമായിട്ട് അതിൽ കാണാൻ സാധിക്കും. ഷാഫി പറമ്പിലിന്റെയൊക്കെ ഇറാൻ പ്രേമം കാരണമാണ് ഇപ്പോ സ്വന്തം രാജ്യത്തിനെതിരെ ഇപ്പോ രംഗത്തെത്തിയതെന്ന് കാരണം വ്യക്തമാക്കി തരാം. ഇറാന്റെ യുദ്ധക്കപ്പല് അമേരിക്ക അടിച്ചങ്ങ് തകർത്തതിനെതിരെ നരേന്ദ്രമോദി ഒന്നും മിണ്ടുന്നില്ല എന്ന ഈ പോസ്റ്റിലൊക്കെ പ്രധാനമായിട്ടും ഉയർത്തിപ്പിടിക്കുന്നത്. അതിനെതിരെ മിണ്ടാത്തത് കൊണ്ടാണ് സ്വന്തം മണ്ണിനെതിരെ ഈ ഷാഫിയൊക്കെ ഇപ്പൊ രംഗത്തെത്തിയത്. ഇറാന്റെ കപ്പലിന് വേണ്ടി നരേന്ദ്രമോദി മിണ്ടാത്തത് കൊണ്ട് ഇപ്പൊ സ്വന്തം രാജ്യത്തിനെതിരെ ഈ ഷാഫി പറമ്പിലൊക്കെ ഉളുപ്പില്ലാതെ രംഗത്തെത്തിയിട്ടുള്ളത്. പിന്നെ പറഞ്ഞാൽ ഒരു 56 ഇഞ്ചിന്റെ കണക്കൊക്കെ അല്ല. ഈ ഷാഫി പറമ്പിലും കൂട്ടരും എന്താ കരുതിയിട്ടുള്ളത്? ലോകം ചുറ്റി നടക്കുന്ന ടൂർ ബോയ് ആയിട്ടുള്ള മലേഷ്യ മുതൽ തായ്ലാന്റ് വരെ ടൂർ ബോയ് ആയി നടക്കുന്ന രാഹുൽ ഗാന്ധിയാണോ ഈ രാജ്യം ഭരിക്കാൻ അർഹനി എന്നാണോ ഷാഫിയൊക്കെ ഉളുപ്പില്ലാതെ ഈ എഴുതി പിടിപ്പിക്കുന്നത്? ബോധമുള്ള ഈ രാജ്യത്തെ ഒരു ജനതയും നിങ്ങളുടെ ഒന്നും ടൂർ ബോയെ അംഗീകരിക്കൂല. ടൂർ ബോയ്ക്ക് നല്ലത് ടൂർ അടിച്ചു പോന്ന വല്ല പട്ടായയിലോ വല്ല തായ്ലാന്റിലോ ഇഷ്ടം പോലെ കാര്യങ്ങളുമായിട്ട് പോട്ടത്. ഈ പവിത്രമായ രാജ്യമൊന്നും നിങ്ങളുടെ രാഹുൽ ഗാന്ധിക്ക് ഭരിക്കാൻ ഈ ഇവിടത്തെ ജനത കൊടുക്കില്ല. അതിലൊരു തർക്കം വേണ്ട. അതും സ്വപ്നം കണ്ട് ഒരു കോൺഗ്രസ്സുകാരന് ഇവിടെ മുന്നോട്ട് വേണ്ട. പിന്നെ ഇതിൽ പറഞ്ഞല്ലോ മൻമോഹൻ സിംഗ് ഒക്കെ ആന വലിയ സംഭവമാണെന്ന് കൃത്യമായിട്ട് പറയാം. നിങ്ങൾ ഇതുവരെ കേന്ദ്ര സർക്കാരിനെതിരെ നരേന്ദ്രമോദിക്കെതിരെ എന്താ പറയുന്നത്? ഡൊണാൾഡ് ട്രംപ് പച്ചക്കള്ളം വിളിച്ചത് പറഞ്ഞ് അതല്ല പൊക്കി പിടിക്കുന്നത്. എന്നാൽ കോൺഗ്രസിനെതിരെ മൻമോഹൻ സിംഗിനെതിരെ കോൺഗ്രസിന്റെ ആഭ്യന്തരമന്ത്രി രംഗത്തെത്തിയിട്ടുണ്ടല്ലോ. ഒരു BJP-കാരനല്ല, ഒരു മറ്റു പാർട്ടിക്കാരല്ല, ഒരു ട്രംപ് പറഞ്ഞതല്ല, ഒരു പുറത്ത് ഒരു രാജ്യത്തെ ആളും കോൺഗ്രസിനെതിരെ പറഞ്ഞതല്ല, മൻമോഹൻ സിംഗിനെതിരെ പറഞ്ഞതല്ല. കോൺഗ്രസിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന P. ചിദംബരം. ഞാനിവിടെ സ്ക്രീൻഷോട്ട് എടുക്കാം. പോട്ടെ, നാഷണൽ മീഡിയാസ് കൊടുക്കുന്നില്ല, പകരം മാതൃഭൂമി കൊടുക്കാം. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അതിലെന്താണ് വന്നിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് വന്നതാണ്. മുംബൈ ഭീകരാക്രമണം അന്ന് പാകിസ്ഥാന് തിരിച്ചടി നൽകണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. US അടക്കം ഞങ്ങളെ തടഞ്ഞു. US അടക്കം ഞങ്ങളെ തടഞ്ഞു. അമേരിക്ക പറഞ്ഞു, ഞങ്ങൾ കേട്ടു. ആരാ പറയുന്നത്? ആഭ്യന്തരമന്ത്രി. തുടർന്ന് വായിച്ചേൽപ്പിക്കാം.
ഞാൻ ചുമതല ഏറ്റെടുത്ത് 2-3 ദിവസങ്ങൾക്ക് ശേഷം അന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കോണ്ടലീസ റൈസ് എന്നെയും പ്രധാനമന്ത്രിയെയും കാണാനെത്തി. ദയവായി പ്രതികരിക്കരുത് എന്ന് പറയാനായിരുന്നു അത്. ഇത് സർക്കാർ എടുക്കേണ്ട തീരുമാനമാണെന്ന് ഞാൻ പറഞ്ഞു. ഒരു ഔദ്യോഗിക രഹസ്യം വെളിപ്പെടുത്താതെ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു തിരിച്ചടി നൽകണമെന്ന് എന്റെ മനസ്സിലും തോന്നിയിരുന്നു, ചിദംബരം പറഞ്ഞു. അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോൺഗ്രസിന്റെ ചിദംബരം പറയാണ്, എനിക്ക് തിരിച്ചടിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. രാജ്യത്ത് 175-ലധികം പൗരന്മാർ കൊല്ലപ്പെട്ട വിഷയ പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യം നമ്മുടെ മണ്ണിൽ കയറി 175 ആളുകളെ കൊലപ്പെടുത്തിയ വിഷയത്തില് അമേരിക്ക പറഞ്ഞു. US സ്റ്റേറ്റ് സെക്രട്ടറി ഞങ്ങളുടെ അടുത്ത് വന്നു. ആരുടെ അടുത്ത്? ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടുള്ള മൻമോഹൻ സിംഗിന്റെ അടുത്ത്. ഷാഫി പറമ്പിൽ പറയും പോലെ ഏതെങ്കിലും ട്രംപ് അല്ല ഇത് പറയുന്നത്. ഇത് പറയുന്നത് നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള P ചിദംബരം. എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പാകിസ്ഥാനെതിരെ ആക്രമണം നടത്താൻ, പക്ഷെ അമേരിക്ക പറഞ്ഞത് കേട്ട് മൻമോഹൻ സിംഗും ഞങ്ങളൊക്കെ അടങ്ങി നിന്നു. ഏതായി വിഷയം? നമ്മളിൽപ്പെട്ട 175 പേര് കൊല്ലപ്പെട്ട വിഷയത്തിൽ പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിനെതിരെ ചെറുവിരൽ അനക്കാതിരുന്നത് അമേരിക്ക പറഞ്ഞത് കേട്ടിട്ട് നമ്മളിൽപ്പെട്ട 175 പേര് കൊല്ലപ്പെട്ട വിഷയത്തിൽ ഇതാണെങ്കിൽ വ്യാപാരത്തിലൊക്കെ കോൺഗ്രസിന്റെ ഒരു നയം തന്നെ എന്താ? ആക്കുക, മുക്കുക. ഈ കക്കലും മുക്കലും നക്കലും അല്ലാതെ കോൺഗ്രസിന് എന്തെങ്കിലും ഏർപ്പാടറിയോ? അപ്പൊ വ്യാപാരത്തിന്റെ കേസിലൊക്കെ അമേരിക്കയുടെ മൂട്ടിലായിരിക്കൂലേ ഈ പറയുന്ന നെറികെട്ട കോൺഗ്രസ് ഭരിച്ച കാലം മൊത്തം മുന്നോട്ട് പോയിട്ടുണ്ടാവുക? ഇതൊക്കെ ഷാഫി പറമ്പിലൊക്കെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഈ ഷാഫി പറമ്പിലിന് കാര്യങ്ങൾ മനസ്സിലായി കാണുന്നു കരുതുന്നു. ഷാഫി പറമ്പിലിന് ഇതൊക്കെ അറിയാം. ഷാഫി പറമ്പിൽ ഇപ്പൊ ഇറാന്റെ കപ്പൽ ആക്രമിച്ച അമേരിക്കക്കെതിരെ ഒരു അക്ഷരം മോദി മിണ്ടാത്തതിന്റെ ചുരുക്കമായിട്ട് രംഗത്തറിയാം. ജിഹാദികളെ സുഖിപ്പിക്കണം, ഇലക്ഷൻ എടുത്തല്ലോ, 4 വോട്ട് കിട്ടണം. എന്തിനാണോ രാജ്യത്തെ ഒറ്റിയിട്ട് ഈ ജാതി വോട്ട് വാങ്ങാൻ നിൽക്കുന്നത്? ഒരു ഉളുപ്പില്ലാതെ. ഇവിടെ കേരളത്തിൽ ജിഹാദികളൊക്കെ വളർത്തുന്നതിൽ ഈ പറഞ്ഞ UDF-നൊക്കെ വലിയ പങ്കുണ്ട്. സ്വന്തം മണ്ണിനെതിരെ നിന്നിട്ട് വേണം ഇവരുടെയൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര പരമാധികാരമുള്ള രാജ്യമല്ലേ? ആരിൽ നിന്ന് എണ്ണ വാങ്ങണമെന്ന് ഇന്ത്യയാണ് തീരുമാനിക്കുക. ഈ ഡൊണാൾഡ് ട്രംപ് എത്ര തവണ കഴിഞ്ഞ മാസത്തിൽ പോലും പറഞ്ഞിട്ടില്ലേ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങൂലെന്ന്? എന്നിട്ട് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങാതിരുന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് രേഖ നോക്കിയാൽ പോലും. ഒരു MP അല്ലേ ഇയാളൊക്കെ? രേഖ നോക്കിയാൽ പോലും. രേഖ നോക്കൂല, കള്ളം പറയണല്ലോ, ഉളുപ്പില്ലാതെ. ഒരു രേഖയും നോക്കൂല. അകലരും തിരിച്ചറിയാ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാ. രേഖകളുണ്ട്. ആർക്ക് വേണമെങ്കിൽ ഈ പറയുന്ന ഷാഫി പറമ്പിലൊക്കെ ഒന്ന് വിരലിനൊടിച്ചാൽ കിട്ടുന്ന രേഖയാണിതൊക്കെ. ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാ. ഇന്നും ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിലോ ഈ ഡൊണാൾഡ് ട്രംപ് ഓപ്പറേഷൻ സിന്ദൂരിൽ പോലും കൈകടത്തിയില്ലേ? അതൊക്കെ തന്നെ ഇന്ത്യ തള്ളിക്കളഞ്ഞിട്ടില്ലേ? വ്യക്തമായിട്ട് ഇന്ത്യ തള്ളിക്കളഞ്ഞു. അന്നും രാഹുൽ ഗാന്ധി പറഞ്ഞ ഷാഫി പറമ്പിലോ സകലരും ആർക്കൊപ്പ? ഈ പറയുന്ന അമേരിക്കൻ പ്രസിഡന്റിനൊപ്പോ. ഇതൊക്കെ മലയാളികൾ തിരിച്ചറിയണം. ഇതൊക്കെ ഇന്ത്യൻ ജനത ഏറെക്കുറെ തിരിച്ചറിഞ്ഞിട്ട് തന്നെയാ രാഹുൽ ഗാന്ധിയൊക്കെ എടുത്ത് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും പോലെ വയനാട്ടിലേക്ക് വലിച്ചെറിഞ്ഞത്. അതൊക്കെ സകല മലയാളികളും തിരിച്ചറിയാ. ഈ ഷാഫി പറമ്പിൽ മുതൽ സകല കോൺഗ്രസ് നേതാക്കന്മാരും സകല രാജ്യവിരുദ്ധരും ഇപ്പോ നിരന്ന് നിൽക്കുക. ഈ ഡൊണാൾഡ് ട്രംപ് ഒക്കെ പറയുന്ന ഈ ഇത്തരം നമ്മുടെ രാജ്യത്തിനെതിരെ പറയുന്നതൊക്കെ പൊക്കി പിടിച്ചു ഒരു അടിസ്ഥാനവുമില്ലാതെ തോന്നിയത് പറഞ്ഞു. ഏത് ലോക പോലീസ് ആണെങ്കിലും സ്വന്തം രാജ്യത്തിനെതിരെ പറഞ്ഞാലേ അങ്ങ് തള്ളിക്കോളണോ? അതാണ് മണ്ണിനോട് കൂറുള്ള ഒരു സാധാരണ പൗരൻ ചെയ്യേണ്ടത്. അപ്പൊ MP ആയിട്ടുള്ള ഷാഫി പറമ്പിലൊക്കെ എത്ര നെറികേടാണ് നമ്മുടെ മണ്ണിനോട് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സകല മലയാളികളും തിരിച്ചറിയാ. രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി എന്ന ശക്തനായ നേതാവാണ്. നരേന്ദ്രമോദി സർക്കാർ എന്ന് പറയുന്നത് അതിശക്തമായിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാർ സംവിധാനമാണ്. ഈ രാജ്യം എന്ത് വാങ്ങണം വാങ്ങണ്ട എന്ന് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഒരു എട്ടുകാലി മമ്മൂഞ്ഞ് ട്രംപുമല്ല എന്നുള്ളത് സകല മലയാളികളും അങ്ങ് തിരിച്ചറിഞ്ഞോളൂ.